ഓം നമോ ഭഗവതേ വാസുദേവായ. നമോ നാരായണായ നമ. ഏവർക്കും സ്വാഗതം. ശ്രീമൻ നാരായണീയ പഠനത്തിലെ വിരാട് പുരുഷോത്പത്തി എന്ന ഭാഗമാണ് ഇന്ന്. അതിലെ 6 തൊട്ട് 10 വരെയുള്ള ശ്ലോകങ്ങളാണ് ഇന്ന് പാരായണം ചെയ്യുന്നത്, അർത്ഥം അവതരിപ്പിക്കുന്നത്. ഇന്നത്തെ ഈ പഠന ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ക്ലാസ് ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഏറെ ബഹുമാനപ്പെട്ട ഡോക്ടർ അയ്യർ സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും സ്വാഗതം. ഓം നമോ ഭഗവതേ വാസുദേവായ ധന്വന്തരയേ അമൃത കലശഹസ്തായ സർവാമയ വിനാശനായ ത്രൈലോക്യനാഥായ ശ്രീ മഹാവിഷ്ണവേ നമഃ. അസ്മിൻ പരാത്മന്നനുപാത്മകൽപേ ത്വമിത്തമുത്ഥാപിത പത്മയോനിഃ അനന്തഭൂമാമപരോഗരാശിം നിരുന്തി പാതാലയ വാസവിഷ്ണു. നമ്മള് ശ്രീമൻ നാരായണീയത്തിലെ 5-ാമത്തെ ദശകത്തിലാണ് ഉള്ളത്. അതില് വിരാട പുരുഷ ഉത്പത്തിയെ പറ്റിയാണ് പറഞ്ഞിട്ടുള്ളത്. അതില് ആദ്യത്തെ 5 ശ്ലോകം ഇന്നലെ വായിച്ചു. ഇന്ന് അടുത്ത 5 ശ്ലോകം വായിക്കാൻ പോവാണ്. ഇത് നമുക്ക് സാധാരണ കഥകൾ പറയുന്നത് പോലെ എളുപ്പം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല. ഭാഗവതത്തിൽ 3-ാമത്തെ സ്കന്ധത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ ഇതൊക്കെ വിവരിച്ചു പറയുന്നുണ്ട്. അത് വിവരിച്ചു വായിച്ചാൽ തന്നെയും നമുക്ക് മനസ്സിലായി എന്ന് വരില്ല. ഈ ബിഗ് ബാങ് തിയറി എന്നൊക്കെ പറയുന്ന പോലെ ലോകം എങ്ങനെയാണ് ഉണ്ടായത്, എങ്ങനെയാണ് ഉൽപ്പത്തി ഉണ്ടായത് എന്നൊക്കെ പറയുന്നത്, അത് വായിക്കുമ്പോൾ തന്നെ സയൻസ് വായിച്ചവർക്ക് മാത്രം പോലും അത് ശരിക്കും മനസ്സിലാവില്ല. പക്ഷെ ഇത് നമ്മുടെ ഭട്ടതിരിപ്പാട് ഒരു 10-20 ശ്ലോകം കൊണ്ട് ഭൂമിയുടെ ഉൽപ്പത്തിയും ഭൂമി എങ്ങനെയാണ് ഉണ്ടായതെന്നുള്ള കാര്യങ്ങളൊക്കെ, എങ്ങനെയാണ് ആകാശം എല്ലാം ഉണ്ടായതെന്നൊക്കെ 10 ശ്ലോകങ്ങളിലേക്കകത്ത് പറഞ്ഞു പോവുകയാണ്. അപ്പൊ അത് നമുക്ക് അർത്ഥം പറയുമ്പോൾ അത് വിവരിച്ച് പറഞ്ഞാൽ തന്നെയും ആർക്കും മനസ്സിലാവത്തില്ല. അതുകൊണ്ട് അതിന്റെ അർത്ഥം മാത്രം ഗ്രഹിച്ചാൽ മതി. ഇത് നാരായണീയം കേട്ടാൽ തന്നെ പുണ്യം എന്നാണല്ലോ പറയുന്നത്. പക്ഷെ വായിക്കുമ്പോൾ അത് എന്താണെന്നുള്ള പറയാൻ വേണ്ടി വളരെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് അർത്ഥം ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് ഇന്നലെ വായിച്ച 5 ശ്ലോകം ഇന്ന് ആദ്യം നമുക്ക് വായിക്കാം. വിരാട പുരുഷ ഉത്പത്തി. വ്യക്തം ഇതം ന കിഞ്ചിത് അഭവത് പ്രാകൃത പ്രക്ഷയേ മായായാം ഗുണസമരുദ്ധ വികൃതൗ ത്വയി ആഗതായാം ലയം. നോ മൃത്യുഃ ച തഥാ അമൃതം ച സമഭൂത് ന ഹന്നഃ ന രാത്രേ സ്ഥിതിഃ തത്ര ഏകഃ ത്വം അശിഷ്യതാഃ കില പര ആനന്ദ പ്രകാശാത്മനാം. വ്യക്തമിതം ന കിഞ്ചിദഭവത് പ്രാകൃത പ്രക്ഷയേ മായായാം ഗുണസമരുദ്ധ വികൃതോ ത്വയാ ഗതായാം ലയം. നോ മൃത്യുശ്ച തഥാമൃതശ്ച സമപുന്നോ ന രാത്രേ സ്ഥിതിഃ തത്രൈകസ്ത്വമശിഷ്യതാഃ കില പരമാനന്ദ പ്രകാശാത്മനാം. കാലകർമ്മ ഗുണാ ച ജീവനിവഹാഃ വിശ്വം ച കാര്യം വിഭു ചില്ലീലാലിത്യം ഏയുഷി ത്വയി തഥാ നിർലീനതാം ആയയുഃ. തേഷാം നയേവ വദന്തി അസത്വം അയുഭോഃ ശക്തി ആത്മനാ തിഷ്ഠതാം. നോ ചേത് കിം ഗഗനപ്രസൂന സദൃശാം ഭൂയഃ ഭവേത് സംഭവഃ. കാലകർമ്മ ഗുണാ ച ജീവനിവഹാ വിശ്വം ച കാര്യം വിഭോ ചില്ലീലാലിതിമേയുഷി ത്വയി തഥാ നിർലീനതമായയുഃ. തേഷാം നൈവ വദന്ത്യസത്വമയി ഭോ ശക്ത്യാത്മനാ തിഷ്ഠതാം. നോ ചേത് കിം ഗഗനപ്രസൂന സദൃശാം ഭൂയോ ഭവേത് സംഭവഃ. ഏവം ച ദ്വിപരാർത്ഥകാല വിഗതൗ ഇക്ഷാം ശിഷ്യാത്മികാം വിപ്രാണേ ത്വയി ചക്ഷുപേ ത്രിഭുവനി ഭാവായാ മായാ സ്വയം. മായാദ ഖലു കാലശക്തിഃ അഖില അദൃഷ്ടം സ്വഭാവപി ച പ്രാദുർഭയ ഗുണാൻ വികാസ്യ വിദധുഃ തസ്യാഹ സഹായക്രിയാ. ഏവം ച ദ്വിപരാർത്ഥകാല വിഗതാപേക്ഷാം ശിഷ്യാത്മികാം വിപ്രാണേ ത്വയി ചക്ഷുപേ ത്രിഭുവനി ഭാവായ മായാ സ്വയം. മായാദ ഖലു കാലശക്തിരഖിലാദൃഷ്ടം സ്വഭാവോപി ച പ്രാദുർഭൂയ ഗുണാൻ വികാസ്യ വിദധു തസ്യാ സഹായക്രിയാ.
മായാസന്നിഹിതോ അപവിഷ്ടവുപുഷാ സാക്ഷി ഇതി ഗീത ഭവാൻ അദേഹത്താം പ്രതി വേദേഹത്താം പ്രതിബിംബതഃ വിവിശിവാൻ ജീവഃ അഭിന ഏവ അപരഃ കാല ആദി പ്രതിബോധിതാ അദഭവതാ സഞ്ജോതിതാ ച സ്വയം മായാസാഗര ബുദ്ധിതത്വം അസ്യജിത് യഹ അസോ മഹാനുച്യത്തെ മായാസന്നിഹിതോ പ്രവിഷ്ടപുഷാം സാക്ഷീതി ഗീതോ ഭവാൻ വേദൈസ്താം പ്രതിബിംബതോ വിവിശിവാൻ ജീവോ വിനൈവാപരഃ കാലാദി പ്രതിബോധിതാദഭവതാ സഞ്ജോതിതാ ച സ്വയം മായാസാഗര ബുദ്ധിതത്വമസുച്യതോ സൗ മഹാനുച്യത്തെ അത്രാസൗ ത്രിഗുണാത്മകോപി ച മഹാൻ സത്വപ്രധാനസ്വയം ജീവേസ്മിൻ ഖലു നിർവികൽപമഹിമത് ഉദ്യുദ്ബോധന നിഷ്പാതകഃ തത്രസൗ ത്രിഗുണാത്മക അപി ച മഹാൻ സത്വഃ പ്രധാനഃ സ്വയം ജീവേസ്മിൻ ഖലു നിർവികൽപം അഹം ഇതി ഉദ്ബോധന നിഷ്പാതകഃ ചക്രേ അസ്മിൻ സവികൽപബോധകം അഹം തത്വം മഹാൻ ഖലു അസൗ സംപുഷ്ടം ത്രിഗുണൈഃ തമഃ അതിബഹുലം വിഷ്ണോർഭവാത് പ്രേരണാത് മായാ തത്രാസൗ ത്രിഗുണാത്മകോപി ച മഹാൻ സത്വഃ പ്രധാനഃ സ്വയം ജീവേസ്മിൻ ഖലു നിർവികൽപമഹിമത് ഉദ്യുദ്ബോധ നിഷ്പാതകഃ ചക്രേസ്മിൻ സവികൽപബോധകമഹം തത്വം മഹാൻ ഖൽവസൗ സംപുഷ്ടം ത്രിഗുണൈഃ തമോതിബഹുലം തമഃ അതിബഹുലം തമതിബഹുലം സംപുഷ്ടം ത്രിഗുണൈഃ തമതിബഹുലം വിഷ്ണോർഭവത് പ്രേരണാത്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീനാരായണ നാരായണ നാരായണ. അടുത്തത് ഇന്ന് നമ്മൾ 6ാമത്തെ ശ്ലോകം വായിക്കണം. സൗഗഞ്ച ത്രിഗുണക്രമാത് ത്രിവിധദാം ആസാദ്യ വൈകാരികഃ ഭൂയഃ തൈജസ താമസോ ഇതി ഭവൻ ആദ്യേന സത്വാത്മനാ ദേവാൻ ഇന്ദ്രിയമാനിനഃ അകൃത ദിശാ വാദ അർക്ക പാശി അശ്വിനഃ വന്യീന്ദ്രച്യുത മിത്രകാൻ വിദുപിതി ശ്രീരുദ്രശാരീരകാൻ സഹ അഹം ച ത്രിഗുണക്രമാത് ത്രിവിധദാം ആസാദ്യ വൈകാരികഃ ഭൂയഃ തൈജസ താമസോ ഇതി ഭവൻ ആദ്യേന സത്വാത്മനാ ദേവാൻ ഇന്ദ്രിയമാനിനഃ അകൃത ദിശാ വാദ അർക്കവാശി അശ്വിനഃ വന്യീന്ദ്ര അച്യുത മിത്രകാൻ വിധുവിധി ശ്രീരുദ്രശാരീരകാൻ സോഹം ച ത്രിഗുണക്രമാത് ത്രിവിധതാമാസാദ്യ വൈകാരികോ ഊയൈസ്തൈജസ താമസാഭിതി ഭവന്നാധ്യേന സത്വാത്മനാ ദേവാനിന്ദ്രിയമാലിനോ കൃത ദിശാവാദാർക്കപ്പാശ്യശ്വിനോ വന്നീന്ദ്രാച്യുത മിത്രകാൻ വിധുവിധി ശ്രീരുദ്രശാരീരകാൻ. ഇതില് നമ്മള് ഇന്നലെ വായിച്ച 5 ശ്ലോകത്തിന്റെ കൂടെ അർത്ഥം കൂടെ വായിച്ച് കണ്ടിന്യൂറ്റി പോയാലേ അത് ശരിയാവുള്ളൂ. ഇത് മഹാപ്രളയം ഉണ്ടായ സമയം സത്യ രജ തമോ ഗുണങ്ങൾ സമമായിരുന്നു. കഴിഞ്ഞ ശ്ലോകത്തിന്റെ കുറച്ച് സാരാംശമാണിത്. മഹാപ്രളയം ഉണ്ടായ സമയം സത്യരജ തമോ ഗുണ സമമായിരുന്നു. മായ ഭഗവാനിൽ അടങ്ങിയുമിരുന്നു. ആ സമയം പ്രപഞ്ചം ഉണ്ടായിരുന്നില്ല. ജനനം മരണം എന്നും ഒന്നും ഉണ്ടായിരുന്നില്ല. രാവിലില്ല, പകലില്ല. ത്രിഗുണങ്ങളും കാലവും കർമ്മവും എല്ലാം മറഞ്ഞിരിക്കുകയായിരുന്നു. ത്രിഗുണങ്ങളും കാലവും കർമ്മവും എല്ലാം മറഞ്ഞിരിക്കുകയാണ്. സൃഷ്ടി ചെയ്യാൻ ഉദ്ദേശിച്ചപ്പോൾ ഭഗവാൻ മായയെ ഉത്തേജിച്ചു. അതിൽ നിന്നും ശക്തിയും കർമ്മങ്ങളും സ്വഭാവങ്ങളും ഉണ്ടായി. ശക്തിയും കർമ്മങ്ങളും സ്വഭാവങ്ങളും ഉണ്ടായി. അപ്പൊ ത്രിഗുണാത്മകമായ ആ മഹത്വത്വത്തിൽ സത്യരജ തമോ ഗുണമായ ആ മഹത്വത്വത്തിൽ തമോ ഗുണം മനുഷ്യരിൽ അഹങ്കാരം ഉണ്ടാക്കി. തമോ ഗുണം വർദ്ധിച്ച് മനുഷ്യരിൽ അഹങ്കാരം ഉണ്ടായി. ഇതാണ് നമ്മൾ കഴിഞ്ഞ 5 ശ്ലോകങ്ങളുടെ സാരാംശമായിട്ട് പറയുന്നത്. ഇത് 6ാമത്തെ ശ്ലോകം ഇന്ന് വായിച്ച ശ്ലോകത്തിൽ എന്താ പറയുന്നത് വെച്ചാൽ, ആ അഹങ്കാരമാകട്ടെ ഉത്ഭവിച്ചിട്ട്, അഹങ്കാരം തമോ ഗുണം വർദ്ധിച്ചിട്ട് അഹങ്കാരം ഉണ്ടായിട്ട്, അഹങ്കാരം ഉത്ഭവിച്ചിട്ട് സത്വരജ തമസ് എന്നീ ഗുണങ്ങളുടെ ക്രമമനുസരിച്ച് വൈകാരികമെന്നും താമസം രാജസമെന്നും ലൈജസമെന്നും
താമസമെന്നും ഇതിനെ 3 അവസ്ഥകളെ പ്രാപിച്ച് ഒന്നാമത്തെ സാത്വിക രൂപം കൊണ്ട് സാത്വിക രൂപം കൊണ്ട്, അതായത് ഈ തമോ ഗുണം വർദ്ധിച്ച് അഹങ്കാരം ഉണ്ടായി. പക്ഷെ അഹങ്കാരം തന്നെ വീണ്ടും ത്രിഗുണങ്ങളായിട്ട് മാറി. ത്രിഗുണങ്ങളുടെ ക്രമമനുസരിച്ച് വൈകാരികമെന്നും നൈജസമെന്നും താമസമെന്നും 3 അവസ്ഥകളെ പ്രാപിച്ചു. ഒന്നാമത്തെ സാത്വിക സ്വരൂപം കൊണ്ട് ശ്രോത്രം, കാത്, ത്വക്ക്, നേത്രം, ജിഹ്വ, ഘ്രണം എന്നീ 5 കർമ്മേന്ദ്രിയങ്ങളും മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം എന്ന് 4 ഇന്ദ്രിയങ്ങളോട് കൂടി 14 ഇന്ദ്രിയങ്ങൾക്ക് ഉണ്ടായി. ഇവയ്ക്ക് അഭിമാന ദേവതകളും ഉണ്ടായി. ഇവയ്ക്ക് അഭിമാന ദേവതകൾ വായു, ആദിത്യൻ, വരുണൻ, ഇങ്ങനെ അഭിമാന ദേവതകളും ഉണ്ടായി. അഹങ്കാരമാകട്ടെ ഉത്ഭവിച്ചിട്ട് പിന്നെയും സത്വ, രജസ്, തമസ് എന്നീ ഗുണങ്ങളുടെ ക്രമമനുസരിച്ച് വൈകാരികമെന്നും നൈജസമെന്നും താമസമെന്നും ഇതിനെ 3 അവസ്ഥകളെ പ്രാപിച്ചു. ഒന്നാമത്തെ സാത്വിക സ്വരൂപം കൊണ്ട് ശ്രോത്രം, ത്വക്ക്, നേത്രം, ജിഹ്വ, ഘ്രാണം എന്ന് 5 കർമ്മേന്ദ്രിയങ്ങളും മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം എന്നീ 4 ഇന്ദ്രിയങ്ങളോട് കൂടി 14 ഇന്ദ്രിയങ്ങൾക്ക് യഥാക്രമം അഭിമാന ദേവതകളും ഉണ്ടായി. 7ാമത്തെ ശ്ലോകം വായിക്കാം. ഭൂമന്മാനസ ബുദ്ധ്യഹംകൃതി മളച്ചിത്താഖ്യവൃത്തം വിതം തക്ഷാന്തകരണം വിഭൂതവ ബലാത് സത്വാംശ ഏവ അസ്യ ജത്. ഭൂമന്മാനസ ബുദ്ധ്യഹംകൃതി മളച്ചിത്താഖ്യവൃത്തം തക്ഷാന്തകരണം വിഭൂതവ ബലാത് സത്വാംശ ഏവ അസ്യ ജത്. ജാതതൈജസതഃ ദശ ഇന്ദ്രിയഗണഃ തത്താമസംശാത് പുനഃ തന്മാത്രം നഭസ മരുത്പുരപത്തെ ശബ്ദജനി ത്വദ്ബലാത്. ഭൂമന്മാനസ ബുദ്ധി അഹംകൃതി മിളത് ചിത്താഖ്യവൃത്തന്മിതം തച്ചന്തഃകരണം വിഭോ തവ ബലാത് സത്വ അംശഃ ഏവ അസ്യ ജത്. ജാതഃ തൈജസതഃ ദശ ഇന്ദ്രിയഗണഃ തത്താമസംശാത് പുനഃ തന്മാത്രം നഭസഃ മരുത്പുരപത്തെ ശബ്ദജനി തദ്ബലാത്. ചേർത്ത് വായിക്കുമ്പോൾ എങ്ങനെയാ വായിക്കുന്നത്? ഭൂമന്മാനസ ബുദ്ധ്യഹംകൃതമിളച്ചിത്താഖ്യവൃത്തന്നിതം തച്ഛാന്തികരണം വിബോധവ ബലാത് സത്വാംശ ഏവ അസ്യ ജത്. ജാതസ്തൈജസതോ ദശേന്ദ്രിയഗണ താമാത് ആശംസാത് പുനഃ തമാദംശാത് പുനഃ താമസംശാത് പുനഃ തന്മാത്രം നഭസോ മരുത്പുരപദേ സപ്തോ ജനനി ത്വദ്ബലാത്. ഭൂമൻ മാനസ ബുദ്ധ്യഹംകൃതി മിളച്ചിത്താഖ്യവൃത്തന്വിതം തച്ഛാന്തഃകരണം വിഭോ തവ ബലാത് സത്വാംശ ഏവാസ്യ ജത്. ജാതസ്തൈജസതോ ദശേന്ദ്രിയഗണ തത്താമസാംശാത് പുനഃ തന്മാത്രം നഭസോ മരുത്പുരപത്തെ ശബ്ദോ ജനി ത്വദ്ബലാത്. ഇതിന്റെ അർത്ഥമായിട്ട് എന്താ പറയുന്നത്? ആ അഹങ്കാരമാകട്ടെ ത്രിഗുണങ്ങളായി രൂപാന്തരപ്പെട്ടു. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, വൈകാരികം, സത്വഗുണം ത്രിഗുണങ്ങളായി രൂപപ്പെട്ടു. ഇവയുടെ ദേവതകൾ പറഞ്ഞല്ലോ, ദിക്കുകൾ വായു, സൂര്യൻ, വരുണൻ, അശ്വിനി ദേവതകൾ, അഗ്നി, ഇന്ദ്രൻ, ഉപേന്ദ്രൻ, മിത്ര, ഇങ്ങനെ ധാരാളം ദേവതകളും ഉണ്ടായി. ഇവർക്കൊക്കെ കേൾക്കുക, സ്പർശിക്കുക, ഉണരുക, ദർശിക്കുക, രുചിക്കുക, മണമുണ്ടാക്കുക, സംസാരം, ഇതാണ് കഴിഞ്ഞ ഇതിൽ പറഞ്ഞത്. കൈകാലുകൾ, മനസ്സ്, ബുദ്ധി, അഹങ്കാരം എന്നിവയുടെ ദേവതകളും ഉണ്ടായി. എന്നിട്ട് 7ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്, ഗുരുവായൂരപ്പ, നീ പറഞ്ഞതനുസരിച്ച് സാത്വിക അഹങ്കാരം, മനസ്സ്, ബുദ്ധി, എന്നിവ അടങ്ങിയ ചിത്തമെന്ന് ഉത്ഭവിച്ചു. രജസ അലങ്കാരം 10 ഇന്ദ്രിയങ്ങളെ ഉത്ഭവിപ്പിച്ചു. താമസ അലങ്കാരം ആകാശത്തിൽ സൂക്ഷ്മമായി കാണുന്ന ശബ്ദത്തെ ഉണ്ടാക്കുകയും ചെയ്തു. ഗുരുവായൂരപ്പ, നീ പറഞ്ഞതനുസരിച്ച് സാത്വിക അഹങ്കാരം, മനസ്സ്, ബുദ്ധി, അഹം എന്നുള്ള ചിന്ത, അതായത് അഹങ്കാരം, മനസ്സ്, ബുദ്ധി, അഹങ്കാരം എന്നിവ അടങ്ങിയ ചിത്തത്തെ ഉത്ഭവിപ്പിച്ചു. രാജസ അഹങ്കാരം 10 ഇന്ദ്രിയങ്ങളെ ഉത്ഭവിപ്പിച്ചു. താമസ അലങ്കാരം ആകാശത്തിൽ സൂക്ഷ്മമായി ഉള്ള ശബ്ദത്തെ ഉണ്ടാക്കുകയും ചെയ്തു. 8ാമത്തെ ശ്ലോകം. ശബ്ദോദ്യോമ തതഃ സസർജിത വിഭോ സ്പർശന്തഃ മാരുതം
തസ്മാത് രൂപം അതഃ മഹഃ അതചരസം തോയം ച ഗന്ധം മഹീം ശബ്ദാത് വ്യോമ തതഃ സസർജിത വിഭോ സ്പർശം തതഃ മാരുതം തസ്മാത് രൂപം അതഃ മഹഃ അതചരസം തോയം ച ഗന്ധം മഹീം ഏവം മാധവഃ പൂർവപൂർവകലനാത് ആദ്യധർമാൽപിതം ബോധഗ്രാമം ഇമം ത്വം ഏവ ഭഗവൻ പ്രകാശയ താമസാത് ഗന്ധോധ്യാമതഃസർജിത വിഭോ സ്പർശം തതോ മാരുതം തസ്മാത് രൂപമതോ മഹോദചരസം തോയം ച ഗന്ധം മഹീം ഏവം മാധവ പൂർവപൂർവകലനാത് ആദ്യാദ്യധർമാന്വിതം ഭൂതഗ്രാമമിമം ത്വമേവ ഭഗവൻ പ്രകാശയ താമസാത് സപ്തോവ്യാമ തദസർജിത വിഭോ സ്പർശം തതോ മാരുതം തസ്മാത് രൂപമതോ മഹോദചരസം തോയം ച ഗന്ധം മഹീം ഏവം മാധവ പൂർവപൂർവകലനാത് ആദ്യാധർമാന്വിതം ഭൂതഗ്രാമമിമം ത്വമേവ ഭഗവൻ പ്രകാശയാത് താമസാത്. 8ാമത്തെ ശ്ലോകം. നിന്തിരിവടി ശബ്ദത്തിൽ നിന്നും ആകാശത്തെയും അതിൽ നിന്ന് സ്പർശത്തെയും അനന്തരം വായുവിനെയും വായുവിൽ നിന്ന് രസത്തെയും അതിൽ നിന്ന് ജലത്തെയും അതിൽ നിന്ന് ഗന്ധത്തെയും ഗന്ധത്തിൽ നിന്ന് ഭൂമിയെയും ക്രമത്തിൽ സൃഷ്ടിച്ചു. നിന്തിരുവടി ശബ്ദത്തിൽ നിന്നും ആകാശത്തെയും അതിൽ നിന്ന് സ്പർശത്തെയും അതിൽ നിന്ന് അനന്തരം വായുവിനെയും വായുവിൽ നിന്ന് രസത്തെയും അതിൽ നിന്ന് ജലത്തെയും അതിൽ നിന്ന് ഗന്ധത്തെയും ഗന്ധത്തിൽ നിന്നും ഭൂമിയെയും ക്രമത്തിൽ സൃഷ്ടിച്ചു. ലക്ഷ്മി വല്ലഭ ഭഗവാനെ, ഇങ്ങനെ മുമ്പുണ്ടായതിന്റെ സംബന്ധം ഹേതുവായി ആദ്യം ഉണ്ടായിട്ടുള്ള ഇവയുടെ ഗുണങ്ങളോട് കൂടിയ ഈ ഭൂതസമൂഹത്തെ അങ്ങ് തന്നെ താമസഹങ്കാരത്തിൽ പ്രകാശിപ്പിക്കുകയും ചെയ്തു. നിന്തിരുവടി ശബ്ദത്തിൽ നിന്ന് ആകാശത്തെയും അതിൽ നിന്ന് സ്പർശത്തെയും അനന്തരം വായുവിനെയും വായുവിൽ നിന്ന് രസത്തെയും അതിൽ നിന്ന് ജലത്തെയും അതിൽ നിന്ന് ഗന്ധത്തെയും ഗ്രന്ഥത്തിൽ നിന്നും ഭൂമിയെയും ക്രമത്തിൽ സൃഷ്ടിച്ചു. ലക്ഷ്യമല്ലവ ഭഗവാൻ, ഇങ്ങനെ മുമ്പുണ്ടായതിന്റെ സംബന്ധം ഹേതുവായി ആദ്യം ഉണ്ടായിട്ടുള്ളവയുടെ ഗുണങ്ങളോടുകൂടിയ ഈ ഭൂതസമൂഹത്തെ അങ്ങ് തന്നെ താമസ അഹങ്കാരത്തിൽ പ്രകാശിപ്പിച്ചു. 9ാമത്തെ ശ്ലോകം. ഏതേ ഭൂതഗണാഃ തഥാ ഇന്ദ്രിയഗണാഃ ദേവാച ജാതാ പൃഥക് നോഷേ ഗുപ്പുവന അണ്ഡധർമ്മിതി വിധോ ദേവൈ അമീഭിഃ തദാ ത്വം നാനാവിധ സൂക്തിഭിഃ നുതഗണഃ തത്വാനി അമൂനി ആവിശൻ ചേഷ്ടാശക്തിമുദീര്യ താനി ഘടയൻ ഹൈരണ്യം അണ്ഡം വ്യത. ഏതേ ഭൂതഗണാഃ തഥാ ഇന്ദ്രിയഗണാ ദേവാച ജാതാ പൃഥക് നോഷേ ഭുവന അണ്ഡനിർമ്മിതി വിധൗ ദേവൈഃ അമീഭിഃ തദാ ത്വം നാനാവിധ സൂക്തിഭിഃ നൂതഗുണഃ തത്വാനുമൂനി ആവിശൻ ചേഷ്ടാശക്തിം ഉദീര്യ താനി ഘടയൻ ഹൈരണ്യം അണ്ഡം വ്യത. ഏതേ ഭൂതഗണാ തദേന്ദ്രിയഗണാ ദേവാച ജാതാ പൃഥക് നോഷേകേർഭുവനാന്തം നിർമ്മിതി വിധൗ ദേവൈരമീഭിസ്തദാ ത്വം നാനാവിധ ശക്തിഭിർനതഗുണ തത്വാന അമൂന്യാഭിഷം ചേഷ്ടാശക്തിമുദീര്യ താനി ഘടയൻ ഹൈരണ്യമണ്ഡം വ്യത. ഏതേ ഭൂതഗണാ തദേന്ദ്രിയഗണാ ദേവാച ജാതാ പൃഥക് നോഷേകേർഭുവനാന്ത നിർമ്മിതി വിധൗ ദേവൈരമീഭിസ്തദാ ത്വം നാനാവിധ ശക്തിഭിഃ നുതഗുണഃ തത്വാനു അമൂല്യാവിശം ചേഷ്ടാശക്തിമുദീര്യ താനി ഘടയൻ ഹൈരണ്യമണ്ഡം വ്യത. ഈ ഭൂതഗണങ്ങളും അതുപോലെ തന്നെ ഇന്ദ്രിയഗണങ്ങളും അവയുടെ അഭിമാന ദേവതകളും ജനിച്ചു. പക്ഷേ അവർ ബ്രഹ്മാണ്ഡ നിർമ്മാണ വിഷയത്തിൽ ശക്തരായി ഭവിച്ചില്ല. ഈ ഭൂതസമൂഹങ്ങളും അതുപോലെ തന്നെ ഇന്ദ്രിയ ഗണങ്ങളും അവയുടെ അഭിമാന ദേവതകളും ജനിച്ചു. പക്ഷേ അവർ ബ്രഹ്മാണ്ഡ നിർമ്മാണ വിഷയത്തിൽ ശക്തരായി ഭവിച്ചില്ല. ആ സമയം ഈ ദേവന്മാരാൽ പല വിധത്തിലുള്ള സ്തോത്രങ്ങളെ കൊണ്ട് കീർത്തിക്കപ്പെട്ട ഗുണങ്ങളോടുകൂടിയ നിന്തിരുപടി ഈ തത്വങ്ങളിൽ പ്രവേശിച്ച് അവയ്ക്ക് ക്രിയാശക്തി നൽകി അവയെ ഒന്നായി കൂട്ടിയിണക്കി സ്വർണമയമായ ബ്രഹ്മാണ്ഡത്തെ സൃഷ്ടിച്ചു. ഈ ഭൂതസമൂഹങ്ങളും
അതുപോലെ ഇന്ദ്രിയ ഗണങ്ങളും അവയുടെ അഭിമാന ദേവതകളും ജനിച്ചു. പക്ഷേ അവർ ബ്രഹ്മാണ്ഡ നിർമ്മാണത്തിൽ വിഷയത്തിൽ ശക്തരായി ഭവിച്ചില്ല. ആ സമയം ഈ ദേവന്മാരാൽ പല വിധത്തിലുള്ള സ്തോത്രങ്ങളെ കൊണ്ട് നിർണയിക്കപ്പെട്ട ഗുണങ്ങളോട് കൂടിയ നിൻ തിരുവടി ഈ തത്വങ്ങളിൽ പ്രവേശിച്ച് അവയ്ക്ക് ക്രിയാശക്തി നൽകി അവയെ ഒന്നായി കൂട്ടിയിണക്കി സ്വർണമയമായ ബ്രഹ്മാണ്ഡത്തെ സൃഷ്ടിച്ചു. ബ്രഹ്മാണ്ഡ സൃഷ്ടിയിൽ പറയുമ്പോൾ ഇതിനിടയ്ക്ക് ഈ ശ്ലോകത്തിൽ അമീബിഹി എന്ന് പറയും. അമീബിഹി എന്ന് പറയുന്നത് അമീബ, നമ്മൾ പറയുന്ന അമീബ പോലെ തോന്നും. ഈ സൃഷ്ടിയിൽ അതും വരുന്നുണ്ട് അമീബിഹി. അത് പറയുന്നത് അമീബിഹി അല്ല, ദൈവേർ അമീബിസ്തവ, അത് വേറെ അർത്ഥമാണ്. ദൈവേർ അമീബിസ്തവ, അത് വേറെ അർത്ഥത്തിലാണ് വരുന്നത്. ഈ ഭൂതസമൂഹങ്ങളും അതുപോലെ തന്നെ ഇന്ദ്രിയ ഗണങ്ങളും അവയുടെ അഭിമാന ദേവതകളും ജനിച്ചു. പക്ഷെ അവർ ബ്രഹ്മാണ്ഡ നിർമ്മാണ വിഷയത്തിൽ ശക്തരായി ഭവിച്ചില്ല. ആ സമയം ഈ ദേവന്മാരാൽ പല വിധത്തിലുള്ള സ്തോത്രങ്ങളെ കൊണ്ട് കീർത്തിക്കപ്പെട്ട ഗുണങ്ങളോട് കൂടിയ നിൻ തിരുവടി ഈ തത്വങ്ങളിൽ പ്രവേശിച്ച് അവയ്ക്ക് ക്രിയാശക്തി നൽകി അവയെ ഒന്നായി കൂട്ടിയിണക്കി സ്വർണമയമായ ബ്രഹ്മാണ്ഡത്തെ സൃഷ്ടിച്ചു. 10ാമത്തെ ശ്ലോകം. അണ്ഡം തദ്ഗലു പൂർവ സൃഷ്ട സലിലേ തിഷ്ടത് സഹസ്രം സമാഹ നിർബിന്ദൻ അകൃതാഹ ചതുർദശ ജഗത് രൂപം വിരാടഹ്വയം സാഹസ്രൈ കരപദമൂർധനിവഹൈഃ നിശേഷ ജീവാത്മകഃ നിർബാധഃ അസി മരുപുരാധിപസഃ മാം ത്രായസ്വ സർവമയാത്. അണ്ഡം തദ്ഗലു പൂർവ സൃഷ്ട സലിലേ തിഷ്ടത് സഹസ്രം സമാഹ നിർബിന്ദൻ അകൃതാഹ ചതുർദശ ജഗദ്രൂപം വിരാടഹ്വയം സാഹസ്രൈഃ കരപദമൂർധനിവഹൈഃ നിശേഷ ജീവാത്മകഃ നിർബാധാസി മരുപുരാധിപ സഹ മാം ത്രായസ്വ സർവമയാത്. അണ്ഡം ചേർത്ത് വായിക്കുമ്പോൾ അണ്ഡം തദ്ഗലു പൂർവ സൃഷ്ട സലിലേ തിഷ്ട സഹസ്രം സമാം. അണ്ഡം തദ്ഗലു പൂർവ സൃഷ്ട സലിലേ തിഷ്ടത് സഹസ്രം സമാ. അണ്ഡം തദ്ഗലു പൂർവ സൃഷ്ട സലിലേ തിഷ്ടത് സഹസ്രം സമാ നിർബിന്ദനകൃത ചതുർദശ ജഗദ്രൂപം വിരാടാഹ്വയം സാഹസ്രൈ കരപദമൂർധനിവഹൈഃ നിശേഷ ജീവാത്മകോ. സാഹസ്രൈ കരപദമൂർധനിവഹൈഃ നിശേഷ ജീവാത്മകോ നിർബാധോസി മരുപുരാധിപ സമാം ത്രായസ്വ സർവമയാത്. അണ്ഡം തദ്ഗലു പൂർവ സൃഷ്ട സലിലേ തിഷ്ട സഹസ്രം സമാഹ നിർബിന്ദനകൃത ചതുർദശ ജഗദ്രൂപം വിരാടാഹ്വയം സാഹസ്രൈഃ കരപാദമൂർധനിവഹൈഃ നിശേഷ ജീവാത്മകോ നിർബാധോസി മരുപുരാധിപ സാമാം ത്രായസ്വ സർവമയാത്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഈ ബ്രഹ്മാണ്ഡം മുമ്പേ തന്നെ നിർമ്മിക്കപ്പെട്ട കാരണം ജലത്തിൽ 1000 സംവത്സരക്കാലം സ്ഥിതി ചെയ്തു. ഈ ബ്രഹ്മാണ്ഡം മുൻപേ തന്നെ നിർമ്മിക്കപ്പെട്ടതിന് കാരണം ജലത്തിൽ 1000 വർഷക്കാലം സ്ഥിതി ചെയ്തു. അനന്തരം നിൻ തിരുവടി അതിനെ പല പ്രകാരത്തിൽ വിഭജിച്ച് 14 ലോകങ്ങളാകുന്ന സ്വരൂപത്തോടുക വിരാട് എന്ന ശരീരമാക്കി തീർത്തു. ഈ ബ്രഹ്മാണ്ഡത്തെ വിരാട ശരീരമാക്കി നിൻ തിരുവടി തീർത്തു. ഈ ബ്രഹ്മാണ്ഡം മുമ്പേ തന്നെ നിർമ്മിക്കപ്പെട്ട കാരണജലത്തിൽ 1000 വർഷക്കാലം സ്ഥിതി ചെയ്തു. അനന്തരം നിൻ തിരുവടി അതിനെ പല പ്രകാരത്തിൽ വിഭജിച്ച് 14 ലോകങ്ങളാകുന്ന സ്വരൂപത്തോടു കൂടിയ വിരാട് എന്ന ശരീരമാക്കി തീർത്തു. അനേകായിരം കൈകാലുകൾ, ശിരസ് എന്നീ അവയവങ്ങളോട് കൂടിയവനായി സകല ചരാചരങ്ങളെയും ജീവസ്വരൂപനായി അങ്ങ് പരിലസിച്ചു. അനേകായിരം കൈകാലുകൾ, ശിരസ് എന്നീ അവയവങ്ങളോട് കൂടിയവനായി സകല ചരാചരങ്ങളെയും ജീവസ്വരൂപനായി അങ്ങ് പരിലസിച്ചു. ഏ വാതാലേശ, അപ്രകാരമുള്ള നിൻ തിരുവടി എന്നെ എല്ലാ ലോകത്തിൽ നിന്നും രക്ഷിക്കണമേ. എന്നിട്ട് അതിൽ പറയുന്ന 14 ലോകങ്ങൾ എന്തൊക്കെയാണ്? ഭൂമിക്ക് മേലെ ഭൂലോകം, ഭുവർലോകം, സുവർലോകം, മഹർലോകം, ജനർലോകം, തപോലോകം, സത്യലോകം. ഭൂലോകം, ഭുവർലോകം, സുവർലോകം, മഹർലോകം, ജനർലോകം, തപോലോകം, സത്യലോകം. കീഴയോ അതല, വിതല, സുതല, രസാതല, തല്ലാതല, മഹാതല, പാതാളം. ഇങ്ങനെയാണ് 14. അതായത് ഇത് പറയുന്നത് ബ്രഹ്മാണ്ഡം വിഭജിച്ചു. അപ്പൊ നമ്മുടെ ബിഗ് ബാങ് തിയറിയിൽ പറയുന്ന അറ്റാമിക് എക്സ്പ്ലോഷൻ നടന്നു. എല്ലാം ഇത് 1555 മറ്റേ നമ്മുടെ
നാരായണ ഭട്ടതിരിപ്പാട് എഴുതിയതാണിത്. പക്ഷെ ബിഗ് ബാങ് തിയറി എന്നൊക്കെ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയോ വരുന്നുണ്ട്. ഭൂമി എങ്ങനെയാണ് എവല്യൂഷൻ ചെയ്തതെന്നുള്ള കാര്യത്തിനെ പറ്റി പലരും പല വിധത്തിൽ അഭിപ്രായങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഇതിന് നമ്മുടെ ഭാഗവതത്തിൽ വളരെ വൃത്തിയായിട്ടും 3-ാമത്തെ സ്കന്ധത്തിൽ 7-8 അധ്യായത്തിൽ പറയുന്നുണ്ട്. ഇതൊക്കെ വളരെ ചുരുക്കിയാണ് നമ്മുടെ നാരായണ ഭട്ടതിരിപ്പാട് ഈ ദശകത്തിൽ അവതരിപ്പിച്ചത്. നാരായണ 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 അസ്മിൻ പരാത്മന്നനുപാത്മകൽപ്പേ ത്വമിത്തമുത്ഥാപിതപത്മയോനിഃ അനന്തഭൂമാമരോഗരാശിം നിരുന്തി വാതാലയവാസ വിഷ്ണു. ഈ അധ്യായത്തോടെ 5-ാം ദശകമായ വിരാട് പുരുഷോത്പത്തിയുടെ പാരായണവും അർത്ഥ അവതരണവും സമാപിച്ചിരിക്കുകയാണ്. അടുത്ത അധ്യായത്തിൽ നമ്മൾ 6-ാം ദശകം ആരംഭിക്കാൻ പോവുകയാണ്. ഇതുവരെയുള്ള അധ്യായങ്ങളിൽ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിലോ അല്ലെങ്കിൽ വാട്സാപ്പ് നമ്പറിലേക്കോ സംശയങ്ങൾ അയക്കാവുന്നതാണ്. ഇന്നത്തെ 5-ാം അധ്യായം വിരാട് പുരുഷോത്പത്തി ഇന്നത്തെ ക്ലാസ്സോടുകൂടി അവതരണം സമാപിച്ചിരിക്കുന്നു. ഇന്നത്തെ ഈ അധ്യായം ക്ലാസ് പാരായണം അർത്ഥവും ഒക്കെ നിർവഹിച്ച ഏറെ ബഹുമാനപ്പെട്ട ഡോക്ടർ അയ്യർ സാറിന് നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ നമഃ.